വെള്ളക്കെട്ടടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന ഉറപ്പിൽ പ്രചാരണവുമായി എറണാകുളം മണ്ഡലം UDF സ്ഥാനാർത്ഥി TJ വിനോദ്. ഇന്ന് വരെ ചെയ്ത പ്രവർത്തനങ്ങളാണ് മത്സരത്തിന്റെ ആത്മവിശ്വാസമെന്നും അദ്ദേഹം മീഡിയ വണിനോട് പറഞ്ഞു. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അംഗത്തിന് കൂടി ഒരുങ്ങിയിരിക്കുകയാണ് TJ വിനോദ്. എറണാകുളം UDF സ്ഥാനാർത്ഥിയാണ്, നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇത്തവണത്തെ പ്രചരണ രീതികൾ, തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം UDFന് വളരെ ശുഭപ്രതീക്ഷയോടുകൂടി 100% വിജയം ഈ സംസ്ഥാനത്ത് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് അഴിമതി മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റം, ധിക്കാരപരമായ സമീപനത്തോടെ എല്ലാം വെല്ലുവിളിയോട് നേരിടുന്നൊരു ഗവൺമെൻറ്. അതുകൊണ്ട് അതിനൊരു മാറ്റം ഉണ്ടാകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അത് UDFന് അനുകൂലമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ച് ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? എറണാകുളം നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം MLA എന്നുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, വടുതല ROB, അറ്റ്ലാന്റിസ് ROB, വടുതല പേരണ്ടൂർ പാലം, KSRTC ബസ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കരുതലായ എറണാകുളം എന്നുള്ള പേരിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ്, കൂടാതെ നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന UP വരെയുള്ള എയ്ഡഡും ഗവൺമെൻറ്റുമായിട്ടുള്ള സ്കൂളുകളിലെ 8000-ഓളം കുട്ടികൾക്ക് ഗുഡ് മോർണിംഗ് എറണാകുളം എന്ന ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി മാതൃകാപരമായി 4 വർഷക്കാലം തുടരാൻ എനിക്ക് കഴിഞ്ഞിട്ട്, കൂടാതെ വരുന്ന 5 വർഷക്കാലം എന്നെ ഇതിൻ്റെ പ്രതിനിധിയായി തിരഞ്ഞെടുത്താൽ, നമുക്കറിയാം നഗരത്തിലെ ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നമാണ് വെള്ളക്കെട്ട്. അതിന് പരിഹാരമുണ്ടാക്കാൻ കനാൽ റിജനറേഷൻ പദ്ധതി എന്ന് പറഞ്ഞ് എറണാകുളത്തെ 6 കനാലുകൾ വൈഡൻ ചെയ്യുന്നൊരു പദ്ധതിയുണ്ട്. അതിൽ 4 കനാലുകൾ എറണാകുളം നിയമമണ്ഡലത്തിലാണ്. 3000 കോടി രൂപയുടെ പദ്ധതിയാണ്. അത് പ്രാവർത്തികമാക്കാനുള്ള നടപടി സ്വീകരിക്കും. അങ്ങനെ പ്രധാനപ്പെട്ട കുറേ 3-4 പദ്ധതികൾ ആവിഷ്കരിക്കും. പൊതുഗതാഗത സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കും. കാരണം നമുക്കറിയാം, മെട്രോയുണ്ട്, വാട്ടർ മെട്രോയുണ്ട്, ബസ് സർവീസുണ്ട്, ഓട്ടോറിക്ഷ സർവീസുണ്ട്, ട്രെയിൻ സർവീസുണ്ട്. അപ്പോൾ ഇതെല്ലാം ഏകീകരിച്ച് മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി നിയമപരമായി നടപ്പാക്കിയിട്ടുള്ളൊരു നഗരമാണ് കൊച്ചി. പക്ഷേ അത് നമുക്ക് പ്രായോഗികമായി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അത് കൊണ്ടുവരാനുള്ള ശ്രമം. എതിർ സ്ഥാനാർത്ഥികളെ നേരിടാൻ തയ്യാറാണ്. അല്ല, എതിർ സ്ഥാനാർത്ഥിയെ നേരിടണമല്ലോ. അതിലെന്താ സംശയം? തീർച്ചയായിട്ടും ഒരു എതിർ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അയാൾ നേരിട്ട് തന്നെ മത്സരിക്കും. 100% ഞാൻ ഈ നിയോജകമണ്ഡലത്തിൽ വയ്ക്കും. കാരണം ഈ നിയോജകമണ്ഡലം UDFന്റെ പൊന്നാമരം കോട്ടയാണ്. എന്തായാലും എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ച് UDFന് യാതൊരുവിധ ആത്മവിശ്വാസക്കുറവും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ TJ വിനോദ് വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ ജിഷ്ണുവിനൊപ്പം ആര്യ വിനോദ്, മീഡിയ 1 കൊച്ചി.